ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? പായസവും ബോളിയും. അപ്പം ഞാൻ ആദ്യമായിട്ട് ബോളി ഒരു കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചു. അപ്പം ഭയങ്കര എന്തോ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്ന് പരീക്ഷിക്കുന്ന കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പാട്ടോ ഇതിന് വേണ്ടത്. കുറച്ച് കടലപ്പരിപ്പും പിന്നെ പഞ്ചസാരയും തേങ്ങയാണ് മെയിനായിട്ട് വേണ്ടത്, പിന്നെ കുറച്ച് മൈദയും. അപ്പം ഞാൻ ചെയ്യുന്നത് ശർക്കര ഉപയോഗിച്ചിട്ടാട്ടോ, നമ്മളെ വെല്ലം. അപ്പോൾ കടലപ്പൊടി നമ്മൾ ഓരോ അളവുണ്ടാവില്ലേ, ഞാനൊരു കുറച്ച് മാത്രം എടുത്തു, ഒരു 200 ഗ്രാം അത്രേ എടുത്തിട്ടുള്ളൂ. അത് കടല കുറച്ച് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഉരുക്കണം. ഇച്ചിരി വെള്ളത്തിലാട്ടോ ഉരുക്കുന്നത്, അധികം വെള്ളമൊന്നും ആക്കാണ്ട് കുറച്ച് വെള്ളത്തിൽ വെള്ളം ഉരുക്കി സെറ്റാക്കണം. അപ്പം കടലപ്പരിപ്പ് വേവട്ടെ, വെള്ളം ഉരുകട്ടെ. ആ സമയത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കുക. കുറച്ച് മൈദയും അതിന് ഇച്ചിരി കളറ് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കുറച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കൂലേ അതുപോലെ, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഞാൻ ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല പശ പോലെ കുറച്ച് വെളിച്ചെണ്ണ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈദയല്ലേ സംഭവം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് അധികം ലൂസും ആവറ്, എന്നാൽ ചപ്പാത്തിൻ്റെ കട്ടിയില്ലേ അത്ര കട്ടിയും വേണ്ട. അപ്പം ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത്, എൻ്റെ മഞ്ഞൾപ്പൊടി ഫുള്ളായിട്ട് ആകാനായിട്ട് ഇടയ്ക്കിടയ്ക്കാ മഞ്ഞ കാണുന്നത്, ഫുള്ളായിട്ട് മഞ്ഞ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഉറ്റിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് ഒരു ഏകദേശം ഒരു നല്ല പദം വരുന്ന രീതിക്ക് സെറ്റാക്കി വെച്ച് നല്ലോണം വെളിച്ചെണ്ണയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പൊടി നോക്കാം. കടലപ്പൊടി എന്ന് പറഞ്ഞാൽ കടല നോക്കാം, കടലപ്പരിപ്പ്. അപ്പോൾ ഇതൊന്ന് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൽ നിന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്ത്. നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടാക്കുമ്പോൾ ഒരു തരി പോലും തരിതരിപ്പൊന്നുണ്ട്. ഇതിപ്പോൾ ഈ വെള്ളമായിട്ട് മിക്സ് ആകുമ്പോൾ ഒരു തരിതരിപ്പ് വരും. അധികം കടലപ്പരിപ്പ് ഇങ്ങനെ വേവാണ്ട് എന്നല്ല, ഉടയാണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ അത് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നതായിരിക്കും. ഇത് ഞാൻ ആദ്യത്തെ കണ്ട വീഡിയോയിൽ ഇങ്ങനെയാണ് ഉള്ളത്, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇനി കുറച്ച് തേങ്ങയും കൂടി മിക്സാക്കി നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ വെച്ച് ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്പൂണ് അത്ര തന്നെ. പിന്നെ ഒരു വാഴയില സെറ്റാക്കി ഞാൻ ചൂടാക്കി ഒന്ന് എന്താ പറയുക, പൊട്ടിപ്പോകാണ്ടൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്, ആവി കയറ്റി വെച്ചിന്. അപ്പം അതിൻ്റെ അകത്ത് നെയ്യ് തടവി ഇതിന്ന് കുറച്ച് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ട് പരത്തിയിട്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഉരുട്ടയില്ലേ അത് ഇതിൻ്റെ അകത്ത് മിക്സാക്കി നന്നായിട്ട് കുഴച്ച് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കണം. എന്നിട്ട് പരത്തി. ഞാൻ പറഞ്ഞ ഇത് കണ്ട, ആ പരിപ്പ് നന്നായിട്ട് വേവാത്തോണ്ടാണ് അങ്ങനെ വെച്ച്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക, ചൂടാക്കി എടുക്കുക, വേവിച്ചെടുക്കുക, അത്ര തന്നെ. കണ്ടോ, ഇതുപോലെയുണ്ട്. ഇതിൽ കുറച്ചും കൂടി നെയ്യ് തടവണേ, എന്നാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി ഇത് വെറുങ്ങനെയും തിന്നാൽ നമുക്ക് പായസത്തിൻ്റെ ഒപ്പരം മിക്സാക്കി തന്നു. അപ്പോൾ സൂപ്പറാട്ടോ.